67 ഗവൺമെന്റിനെതിരെയുള്ള സമരം വന്നപ്പോൾ പൊതുവെ വന്നൊരു കാഴ്ചപ്പാട് വലതുപക്ഷ ശക്തികളാകെ ഏകോപിതമായി. തെരഞ്ഞെടുപ്പിന് വേണ്ടി പോലും കാത്തുനിന്നില്ല, വിമോചന സമരമുണ്ടായി. പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെന്റ് കാലാവധി ചരിത്രത്തിൽ ആദ്യമായി പൂർത്തീകരിക്കുന്നത് 2001-ലാണ്. 2001-ലാണ് ഏറ്റവും കുറവ് സീറ്റ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടി. അപ്പൊ കാലാവധി പൂർത്തീകരിച്ച ഗവൺമെന്റിന് തുടർച്ചയില്ലാതിരിക്കാൻ എല്ലാ വലതുപക്ഷ ശക്തികളുടെയും ഏകോപനമുണ്ടായി 40 സീറ്റിലേക്ക് ഒതുങ്ങി. അന്ന് മലപ്പുറത്ത് ഒരു സീറ്റാണ്, മങ്കട മാത്രം 1000 ശിഷ്ടം. ഇപ്പൊ ഒറ്റ സീറ്റും ഇല്ല. എറണാകുളത്തും അന്നൊരു സീറ്റാണ്, പെരുമ്പാവൂർ മാത്രം 1000 ശിഷ്ടം വോട്ട്. ഇപ്പൊ ഒരു സീറ്റും ഇല്ല. അപ്പൊ ഏറ്റവും ചുരുങ്ങി. പിന്നെ ഒരു ചരിത്രഘട്ടം ഈ തെരഞ്ഞെടുപ്പാണ്. തുടർച്ചയായ 2 ഭരണത്തിന് ശേഷം ഒരു അപ്പോ 2001 ആ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ആ ഘട്ടത്തിലുള്ള കൂടിച്ചേരലുകളായിരുന്നുവെങ്കിൽ 2026 കഴിഞ്ഞപ്പോ 21 മുതൽ തന്നെ വലതുപക്ഷ ശക്തികൾ വളരെ സൂക്ഷ്മമായി ഇങ്ങനെ ഒരു ഭരണത്തിന് ഇനിയൊരു തുടർച്ച ഇല്ലാതിരിക്കാനുള്ള ഏകോപനം ഉണ്ടായി. ഇത് വേണ്ടത്ര നമുക്ക് കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട 4ാമത്തെ ഭാഗം എൻ്റെ അഭിപ്രായത്തിൽ ഈ നീണ്ട കാലയളവ് 57, 59, 67, 69, 80, 82, 87, 91, പിന്നെ 96, 2001, അതിനുശേഷമുള്ള ഈ കാലയളവ് ഏകദേശം 30 വർഷം. ഈ 30 വർഷത്തെ ഭരണത്തിൽ മാത്രമല്ല, അതിനുശേഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഇത് കേരളമാണ് എന്ന് വളരെ ശക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഈ തുടർച്ചയായ പാർലമെന്ററി എതിർ സമരങ്ങളും കേരളത്തിന്റെ വലതുപക്ഷ ബോധത്തിൽ എത്ര ഇടിവുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 59 വലതുപക്ഷ ശക്തികൾ ഏകോപിതമായി നമ്മൾ പരാജയപ്പെട്ടു. 2001 ഏകോപിതമായി പരാജയപ്പെട്ടു. 26 കുറെ കൂടി ഏകോപിതമായി നമ്മൾ വീണ്ടും പരാജയപ്പെട്ടു. അപ്പോ ഈ മേൽക്കുരയ്ക്കകത്ത് ഈ മാറ്റങ്ങളും സമരങ്ങളും ഭരണവും വഴി എത്ര മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് അതെങ്ങനെ തുടരുന്നു? പിന്നെ അതിന്റെ സാർവദേശീയ സാഹചര്യമുണ്ട്. തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്നത് ദേശീയ സാഹചര്യമുണ്ട്. അതിൽ നിന്ന് മാറി കേരളത്തിൽ ദ്വീപായി മാത്രം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവസാനമായി ജനാധിപത്യം നവോത്ഥാനം പറഞ്ഞല്ലോ. ഇപ്പൊ ആ നവോത്ഥാനം അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പുതിയ സ്വഭാവങ്ങൾ എങ്ങനെ വരുന്നു? സ്വത്വം അതിനടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം എങ്ങനെ ശക്തിപ്പെടുത്തും? അത് വർഗീയതയിലേക്ക് എത്തുന്നു. സ്വത്വബോധം അത് ശക്തിപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. ന്യൂനപക്ഷം എന്ന നിലയിൽ പ്രശ്നം നേരിടുന്നുണ്ട്. ദളിത് എന്ന നിലയിൽ പ്രശ്നം നേരിടുന്നുണ്ട്. സ്ത്രീ എന്ന നിലയിലുള്ള പ്രശ്നം നേരിടുന്നു. സ്വത്വ പ്രശ്നമുണ്ട്. എന്നാൽ ഒരു സ്വത്വത്തിന്റെ പ്രശ്നം അവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ എന്ന സ്വത്വ രാഷ്ട്രീയം, അത് രണ്ടാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്ങനെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ശക്തിപ്പെടുന്നു? ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ വർഗഘടനയിൽ വന്ന മാറ്റങ്ങൾ എത്രമാത്രം സൂക്ഷ്മമാണ്, നാം എത്ര അപഗ്രഥിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പട്ടാമ്പി അവരോട് ചോദിച്ചു, കാർഷിക മേഖലയാണല്ലോ, കാർഷിക വൃത്തി ജീവിത വൃത്തിയായി വരുമാനം മാത്രമുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കർഷക വർഗം അങ്ങനെയാണല്ലോ, ഉത്പാദനം ആരുമില്ല. കർഷക തൊഴിലാളിയായിട്ടുള്ള ഒരാളുണ്ട്. ഈ ഭൂപരിഷ്കരണം അതിനുശേഷമുള്ള മാറ്റം ഒരാള് പരിപാടി നമ്മുടെ കൂടെ കർഷക തൊഴിലാളിയുടെ എണ്ണം ചുരുങ്ങുന്നു, കർഷകരുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു. പുതിയ മധ്യവർഗം, നേരത്തെ വർഗം എന്ന ക്ലാസ്സിൽ മധ്യവർഗം വരുമെന്നൊക്കെ സംശയം, മധ്യവർഗം തന്നെ മിഡിൽ ക്ലാസ്സിൽ തന്നെ ഉപയോഗിക്കുന്നത് അതെങ്ങനെ ശക്തിപ്പെടുന്നു? പുതിയ വർഗഘടന എങ്ങനെ? ഇത് സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ നമുക്കുള്ള കുറവുകൾ ഉണ്ട് എന്ന് തന്നെ ഇപ്പോ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പുതിയ തലമുറ, ആ തലമുറയെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു? ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടത് തൊഴിലാളികളാണ്, അവരാണ് വികസിപ്പിക്കുന്നത്. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘടന പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളെക്കാൾ എത്രയോ മുൻപ് മറ്റ് ശക്തികൾ പോകുന്നു. ഇതെല്ലാം ജനാധിപത്യത്തെ എങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നു? ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു തുടർച്ചയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. നന്ദി.